കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണ മത്സരവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. രാമായണ സന്ദർഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു ചിത്രരചനയും പ്രശ്നോത്തരിയും. വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടതായതിപ്പോൾ. കുട്ടികളിൽ രാമായണ അഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്ര സന്നിധിയിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മത്സരം സംഘടിപ്പിച്ചത്. രാമായണ പാരായണവും ചിത്രരചനാ മത്സരവുമാണ് സംഘടിപ്പിച്ചത്. ലവ കുശ എന്ന പേരിൽ 2 ഗണങ്ങളായി തിരിച്ചായിരുന്നു മത്സരം. രാമായണ കഥാസന്ദർഭങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രരചനാ മത്സരത്തിലെ വിഷയം. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു മത്സരം. രാമായണത്തിലെ വിവിധ കാണ്ഡങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങളും വിദ്യാർത്ഥികൾ മനോഹരമായി ആലപിച്ചു. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. മാറിയ കാലത്ത് ധർമ്മനിഷ്ഠരായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് രാമായണ പാരായണ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് യജ്ഞാചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖർ പറഞ്ഞു. മര്യാദാ പുരുഷോത്തമനായ രാമനല്ലാതെ മറ്റെന്ത് മാതൃകയാണ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂറും കുട്ടികൾ മൊബൈലിൽ അഡിക്റ്റഡ് അറ്റ് ഇറ്റ്സ് കോർ ആൻഡ് സ്പോയിലിംഗ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു തലത്തിൽ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേറെ എന്താണ് വഴി? ദേ ഷുഡ് ഡെഫിനറ്റ്ലി അവർ പൂർണ്ണമായും ഭക്തിയിലോട്ട്. കാരണം ഭക്തി എന്ന് പറയുന്നത് വെറും മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് അല്ല. ഭക്തി എന്ന് പറയുന്നത് ഒരു മീൻസ് ഓഫ് ലൈഫാണ്, ഒരു ജീവിത രീതിയാണ്. സജ്ജനങ്ങളെ കണ്ടാൽ നമസ്കരിക്കണമെന്ന് പഠിക്കുന്നത്, അച്ഛനെയും അമ്മയും കണ്ടാൽ നമസ്കരിക്കണമെന്ന് പഠിക്കുന്നത്. വൃദ്ധസദനങ്ങൾ ഉണ്ടാകാത്ത ഒരു കാലം, വൃദ്ധസദനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഓരോ കുടുംബത്തിലും അച്ഛനും അമ്മയും ശാപമാണെന്ന് പറയാതിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ത്യാഗം സഹിച്ച, ഒരു രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ശ്രീരാമചക്രവർത്തിയുടെ രാമനാമങ്ങളാണ്, ശ്രീരാമചക്രവർത്തിയുടെ ചരിതമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുട്ടികളിലേക്ക് എത്തുക തന്നെ വേണം. പ്രശസ്തരായ ആത്മീയ പണ്ഡിതരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനവും നൽകി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ രാജശ്രീ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം രാമായണ പാരായണാചാര്യൻ രാധാകൃഷ്ണൻ, പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖർ തുടങ്ങി നിരവധി പണ്ഡിതർ ചടങ്ങിന് നേതൃത്വം നൽകി. എല്ലാ വർഷവും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കരിക്കകം ശ്രീ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ രാമായണത്തെ അധികരിച്ചുള്ള വിവിധ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.